ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംഗ്ലോ സാക്സൺ പീരീഡിനെ കുറിച്ചാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ എമർജൻസും ഡെവലപ്മെന്റും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആംഗ്ലോ സാക്സൺ പീരീഡ് മുതൽ പഠിച്ചു തുടങ്ങണം. എങ്കിലേ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗ്രേറ്റ് ബ്രിട്ടനിൽ 5th സെഞ്ചുറിയിൽ എത്തിയവരാണ് ആംഗ്ലോ സാക്സൺസ്. ജർമാനിക് ട്രൈബിൽ ഉൾപ്പെട്ട ആളുകളാണ് ഇവർ. ആംഗ്ലോ സാക്സൺസ് ആണ് മോഡേൺ ഇംഗ്ലീഷ് ലീഗൽ സിസ്റ്റത്തിന്റെയും ഇംഗ്ലീഷ് സൊസൈറ്റിയുടെയും ആൻഡ് മോഡേൺ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെയും ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്. ഹിസ്റ്റോറിക്കലി പറയുകയാണെങ്കിൽ ആംഗ്ലോ സാക്സൺ പീരീഡ് സ്റ്റാർട്ട് ചെയ്തത് 450 to 1066 വരെയാണ്. ഈ പീരീഡിൽ ആണ് ക്രിസ്ത്യാനിറ്റി എസ്റ്റാബ്ലിഷ് ആയത്. ലിറ്ററേച്ചർ ആൻഡ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതും ഈ പീരീഡിൽ തന്നെയാണ്. ആംഗ്ലോ സാക്സൺസ് യൂസ് ചെയ്തിരുന്ന ലാംഗ്വേജും ആംഗ്ലോ സാക്സൺ ലാംഗ്വേജ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നൗ കോമൺലി ഇറ്റ്സ് കോൾഡ് ഓൾഡ് ഇംഗ്ലീഷ്. ലെറ്റ് us discuss history of Anglo-Saxon period. After the end of Roman rule, Anglo-Saxon history start ചെയ്യുന്നത്. ഈ ഒരു പീരീഡിനെ മൈഗ്രേഷൻ പീരീഡ് എന്നും പറയുന്നു. There are lots of tribes migrated to Europe. Germanic tribes such as Goths, Angles, Saxon, Franks, etc. Anglo-Saxon അവരുടേതായ ഒരു റിലീജിയസ് ബിലീഫ്സ് ഉണ്ടായിരുന്നു. ബട്ട് 597 സെയിന്റ് അഗസ്റ്റിന്റെ വരവോടെ കൺട്രി ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തു തുടങ്ങി. ഏകദേശം 70% ആളുകളും ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറി. ആംഗ്ലോ സാക്സൺ പീരീഡ് അപ്രോക്സിമേറ്റ്ലി 600 ഇയേഴ്സ് വരെ ഉണ്ടായിരുന്നു. ഫ്രം 410 to 1066. പല ലിറ്ററേച്ചർ ബുക്സിലും പല ഡേറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ചിലതിൽ 450 ആയിരിക്കും, ചിലതിൽ 410 ആയിരിക്കും. ഇറ്റ് ഡസന്റ് മാറ്റർ. ഈ ടൈമിൽ ബ്രിട്ടന്റെ പൊളിറ്റിക്കൽ സെറ്റിംഗ്സിൽ ഒത്തിരി ചേഞ്ചസ് വന്നിരുന്നു. ആംഗ്ലോ സാക്സൺസ് ബ്രിട്ടനിൽ വന്നു. അവർ സ്മോൾ ട്രൈബൽ ഗ്രൂപ്പ്സ് അവിടെ ഫോം ചെയ്തു. പിന്നെ ഗ്രാജുവലി സ്മോൾ കിങ്ഡം ആയിട്ടും സബ് കിങ്ഡം ആയിട്ടും അത് മാറി. 9th സെഞ്ചുറി ആയപ്പോഴേക്കും ബ്രിട്ടൻ 4 കിങ്ഡമായി ഡിവൈഡഡ് ആയി. നോർത്തംബ്രിയ, മെർസിയ, ഈസ്റ്റ് ആംഗ്ലിയ ആൻഡ് വെസെക്സ്. വൈക്കിംഗ് ഇൻവാൻഷനിൽ സർവൈവ് ചെയ്തത് വെസെക്സ് മാത്രമാണ്. എറിക് ബ്രഡാക്സ് എന്ന വൈക്കിംഗ് റൂളർ വെസെക്സ് ആർമിയെ വധിച്ചു. 954-ൽ എഡ്രഡിന്റെ അണ്ടറിൽ ഇംഗ്ലണ്ട് ഒരു നേഷനായി മാറി. ഈ ഓരോ ഇൻഫർമേഷനും നമുക്ക് ആംഗ്ലോ സാക്സൺ ക്രോണിക്കിളിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇയർ ബൈ ഇയർ മേജർ ഇവന്റ്സ് ഒക്കെ ഈ ക്രോണിക്കിളിൽ ആഡ് ചെയ്യും. ഇതിൽ ബിഷപ്സിനെ കുറിച്ചും കിങ്ഡംസിനെ കുറിച്ചും കിങ്സിനെ കുറിച്ചും ഇമ്പോർട്ടൻറ്റ് ബാറ്റിൽസിനെ കുറിച്ചും അങ്ങനെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻസിഡൻസിനെ കുറിച്ചും നോട്ട് ചെയ്യും. 1066-ൽ ആംഗ്ലോ സാക്സൺ റൂൾ അവസാനിച്ചു. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എഡ്വാർഡ് ദ കൺഫസർ. ബിക്കോസ് അദ്ദേഹത്തിന് അവകാശികൾ ആരും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടെ ആ ഒരു ആംഗ്ലോ സാക്സൺ റൂൾ അവസാനിച്ചു. കിങ് എഡ്വാർഡിന്റെ ഡെത്തിന് ശേഷം ഹാരോൾഡ് ഗോഡ്വിൻസൺ കിങ് ആയി. ബട്ട് വില്യം ആൻഡ് ഹിസ് ആർമി ഓൾറെഡി കൺട്രിയിൽ എൻറ്റർ ചെയ്തിരുന്നു. ഫ്രാൻസിൽ നിന്നും വാറും സ്റ്റാർട്ട് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിന്റെ ഓണർഷിപ്പിന് വേണ്ടി. ഫൈനലി ഹാരോൾഡിനെ വില്യം തോൽപ്പിച്ചു, വിച്ച് ഈസ് കോൾഡ് ദ ബാറ്റിൽ ഓഫ് ഹേസ്റ്റിംഗ് ഇൻ ഒക്ടോബർ 1066. ആൻഡ് എ ന്യൂ എറ ബിഗിൻസ് ഫ്രം ദെയർ. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംഗ്ലോ നോർമൻ പീരീഡ് ആണ്, വിച്ച് സ്റ്റാർട്ട് ഫ്രം 1066. ബാറ്റിൽ ഓഫ് ഹേസ്റ്റിംഗിന് ശേഷം ഇംഗ്ലണ്ടിനെ റൂൾ ചെയ്തത് നോർമൻസ് ആയിരുന്നു. ബാറ്റിൽ ഓഫ് ഹേസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് നോർമൻ കോൺക്വസ്റ്റ്. ആഫ്റ്റർ ദാറ്റ് ഇംഗ്ലീഷ് ലൈഫിൽ ഒത്തിരി റാഡിക്കൽ ചേഞ്ചസ് വന്നു. ലാംഗ്വേജിൽ നമുക്ക് ഈ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഒരു നോർമൻ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് നമുക്ക് ലാംഗ്വേജിലൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. നോർമൻസ് ഇംഗ്ലണ്ടിൽ ഫ്രഞ്ച് ലാംഗ്വേജ് കൊണ്ടുവന്നു ആൻഡ് ഫ്രഞ്ച് കൾച്ചറും. അതുകൊണ്ട് തന്നെ നോർമൻസ് സ്കോട്ട്ലൻഡിൽ ലാറ്റിനും ഫ്രഞ്ച് ലാംഗ്വേജുമാണ് യൂസ് ചെയ്തിരുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിനെ അവർ ഇഗ്നോർ ചെയ്തു. ദെൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സൈലന്റ് ആയിരുന്നു കുറേ നാളത്തേക്ക് ഈ പീരീഡിൽ. ബട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് റീഅപ്പിയർഡ് ആയപ്പോഴേക്കും ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് നമുക്ക് ആ ലാംഗ്വേജിൽ കാണാൻ സാധിക്കുമായിരുന്നു. ഈ പീരീഡിൽ ആംഗ്ലോ നോർമൻ ലിറ്ററേച്ചർ ഗ്രോ ചെയ്തു തുടങ്ങിയിരുന്നു. ഈ ടൈമിൽ ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ മിഡീവൽ ആയിരുന്നു. ബ്ലൈൻഡ് ഫെയ്ത്ത്, ബിലീവ് ഇൻ ഗോഡ്, ഡീമൻസ്, ഡെവൽ, ഫെയ്ത്ത് സ്റ്റോറീസ് ഒക്കെ ആയിരുന്നു ലിറ്ററേച്ചറിന്റെ മെയിൻ സബ്ജക്ട്സ് എന്ന് പറയുന്നത്. നോർമൻ ലിറ്ററേച്ചർ ഇപ്പോഴും അവൈലബിൾ ആണ്, പക്ഷേ റൈറ്ററിന്റെ ഒതന്റിക്കേഷൻ ഇപ്പോഴും കറക്റ്റ് അല്ല. ഈ ടൈമിലെ ഇമ്പോർട്ടൻറ്റ് വർക്ക് ബിയോൾഫ് ആണ്, പക്ഷേ അതിന്റെ ഓർഡർ അൺനോൺ ആണ്.